ലെസ്ലേക്ക് സ്വാഗതം. അങ്ങനെ ബ്രഹ്മയുഗത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ വരാൻ പോകുന്നു. ഓരോ അപ്ഡേറ്റുകളും വളരെ വേഗത്തിലാണ് ഈ ഒരു സിനിമയുടേത് വരുന്നത്. നമുക്കറിയാം ഫെബ്രുവരിയിൽ സിനിമ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. ഇതുവരെയും അതിന് ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻസ് ഒന്നും വന്നില്ല. എന്താണേലും ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ പെട്ടെന്ന് വരുന്നു. അതും ഈ ഒരു സിനിമയുടെ ടീസറിനെ കുറിച്ച് വരുന്നത്, അതായത് ജനുവരി 11 5 മണിക്ക് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ വരുന്നു. അതായത് നാളെ വൈകുന്നേരം 5 മണിക്ക് ഈ സിനിമയുടെ ടീസർ വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബ്രഹ്മയുഗം ദ ഏജ് ഓഫ് മാഡ്നസ്. ഇതിൻ്റെ പ്രത്യേകത മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നടനും ഒപ്പം ഏറ്റവും വലിയ നായകനുമായി നിൽക്കുന്ന നടൻ തന്നെയാണ് മമ്മൂട്ടി. പക്ഷേ ഇവിടെ വില്ലൻ വേഷത്തിലേക്കാണ് അദ്ദേഹം വരുന്നത് എന്നാണ് നമ്മൾ ഇതുവരെയുള്ള കേട്ടുകേൾവികളിലെല്ലാം. എന്തായാലും ഒരു 500 വർഷമോ 5000 വർഷമോ ഒക്കെ പഴക്കമുള്ള ഒരു കഥ പറയുന്നു എന്നുള്ളതാണ് ആദ്യം കേട്ടതെങ്കിൽ, ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സിനിമ വരുമ്പോൾ ഇപ്പോൾ കാണുന്ന പോസ്റ്ററിൽ മമ്മൂട്ടി കൈ നീട്ടി നിൽക്കുന്നു, മറ്റൊരു കയ്യിൽ നിന്ന് എന്തോ ആ കൈയിലേക്ക് ഇട്ടു കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്താണേലും ഒരു കൊടൂര മന്ത്രവാദി എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്. അതൊക്കെ ഇനി ട്രെയിലറൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ടീസറൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തറിയാൻ കഴിയും. എന്തായാലും ഇവിടെ റെക്കോർഡ് തൂക്കുമോ എന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം ഒരു കാര്യമാണ് പറയാനുള്ളത്, മത്സരത്തിൽ പ്രത്യേകിച്ച് ഫോർമാറ്റുകളൊന്നുമില്ല. സത്യമാണോ കള്ളമാണോ എന്നൊന്നുമില്ല. മത്സരത്തിൽ വിജയിച്ചോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ട് തരത്തിൽ നമുക്ക് വിജയിക്കാം, സത്യസന്ധമായും ജയിക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്തും തട്ടിപ്പൊക്കെ നടക്കാം. പലയിടത്തും അങ്ങനെ നമ്മൾ കാണാറുമുണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് ഗംഭീരമായിട്ടുള്ള വ്യൂസ് വരികയും പിറ്റേ ദിവസം മുതൽ നോക്കുമ്പോൾ ഒരാളും ഇല്ലാതെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, മത്സരമാണ്. അവസാനം റിസൾട്ട് മാത്രമാണ് എല്ലാവരും നോക്കി വെക്കുന്നത്. ഇവിടെ ഏത് തരത്തിൽ പോകണമെന്നുള്ളത് ആരാധകർക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഈ സിനിമ ആരാധകർക്ക് മാത്രമുള്ളതല്ല, ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായും മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമകളുടെ പട്ടികയിലേക്ക് ഈ സിനിമ എത്തും എന്നുള്ളതാണ്. തള്ളലോ അല്ലെങ്കിൽ കള്ളക്കണക്കുകളുടെയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സിനിമ തന്നെയായിരിക്കും. തീർച്ചയായും മമ്മൂട്ടി സിനിമകൾക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യവും അതൊക്കെ തന്നെയാണ്. എന്തായാലും ബ്രഹ്മയുഗവും ആ രീതിയിലേക്ക് പോകും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. എന്താണേലും വലിയ രീതിയിൽ വരുന്ന ഒരു സിനിമ, അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ വേണമെങ്കിൽ പറയാം, മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തിരിച്ച് മറിക്കാൻ പോകുന്ന ഒരു സിനിമ. ഈ സിനിമ ഇറങ്ങി എത്ര കളക്ഷൻ വന്നാലും ഒരു റെക്കോർഡ് ഇടുകയായിരിക്കും. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ എന്നുള്ള പേര് ഈ സിനിമയ്ക്ക് തന്നെ വരും. ഒപ്പം മലയാളത്തിൽ ജെനുവിനായിട്ട് കളക്ഷൻ പറയുന്നതും അല്ലെങ്കിൽ കളക്ഷൻ ആ രീതിയിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പ്രധാന നടൻ എന്ന് തന്നെ പറയാം മമ്മൂട്ടി, അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വരുമ്പോൾ. എന്തായാലും ഇതൊരു മമ്മൂട്ടി കമ്പനി സിനിമയൊന്നും അല്ല എന്ന് നമുക്കറിയാം. ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്ന് ഈ ഒരു സിനിമ വരുമ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആണെന്നുള്ളതും നമുക്കറിയാം. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും അത് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അർജുൻ അശോകൻ നായകനായി തന്നെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള അറിവ്. മമ്മൂട്ടി വില്ലനായി എത്തുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, കൊടൂരമായിരിക്കും ഈ ഒരു വേഷം. അതെ, ഇവിടെ സൂപ്പർ താരമോ മെഗാ താരമോ ഒന്നുമല്ല ആള്, ഇവിടെ ഒരു മികച്ച നടനാണാവുന്നത്. എന്നും നമ്മൾ പറയുന്ന പോലെ ഒരു മികച്ച നടനെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് മമ്മൂട്ടിയിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളത്. എന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഡേ മീഡിയാസ്.